പട്ടാമ്പി ഇലക്ട്രിക്കൽ ഡിവിഷൻ പരിധിയിൽ വരുന്ന കൊപ്പം ഇലക്ട്രിക്കൽ സെക്ഷൻ ഓഫീസ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി നാടിന് സമർപ്പിച്ചു. മുഹമ്മദ് മോഹസിൻ MLA അധ്യക്ഷനായി. കേന്ദ്ര സർക്കാരിന്റെ തീർത്തും ജനവിരുദ്ധമായ നിർദ്ദേശങ്ങൾ കാരണം വൈദ്യുതി നിരക്ക് ചെറിയ തോതിൽ നമുക്ക് വർദ്ധിപ്പിക്കേണ്ടി വരുന്നു. വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷന്റെ പോലും നോക്കുകുത്തിയായിക്കൊണ്ട് വൈദ്യുതി സർചാർജുകൾ ഏർപ്പെടുത്താൻ കേന്ദ്ര സർക്കാർ നിയമനിർമ്മാണം കൊണ്ടുവന്നു. കൽക്കരി തെറ്റാൽ ഓസ്ട്രേലിയയിൽ പോയി കൽക്കരി അരി എടുത്തു. കൽക്കരി അരി എടുത്ത് അതുകൂടെ ചെലവാകുന്നില്ല. എന്താ വെച്ചാൽ അതിനേക്കാളും ചീപ്പായിട്ട് നമ്മുടെ കൽക്കരി അരികളിൽ നിന്ന് കിട്ടും. അപ്പം തന്നെ ഒരു തീരുമാനം എടുത്തു, 20% ഇറക്കുമതി കൽക്കരി ഉപയോഗിക്കണം കേന്ദ്ര ഗവൺമെന്റ്. അത് നമ്മുടെ വില കൂടാൻ കാരണമായി. അത് ആരും പറയുന്നേയില്ല. നമ്മളിവിടെ ഒരു റുപ്യ ഒരു പൈസ വർദ്ധിപ്പിച്ചാൽ അത് വലിയ ചർച്ചയാകും. ഈ കൽക്കരി അരി ഇറക്കുമതി ചെയ്തിട്ട് അത് 20% ഇറക്കുമതി കൽക്കരി ഉപയോഗിക്കണമെന്നൊരു ഓർഡർ ഇട്ടപ്പോൾ അതിന്റെ ഫലമായിട്ട് ഇതിനെക്കുറിച്ച് ആരും ചർച്ച ചെയ്യുകയില്ല. ഉൽപാദനവും വിതരണവും നടത്താനുള്ള പുതിയ നിയമം വരാൻ പോവുകയാണ്. അത് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഇലക്ട്രിസിറ്റി ബോർഡ് തന്നെ അവർ നിലനിൽപ്പിന് തന്നെ അപകടത്തിലാണ്. ആ ഇലക്ട്രിസിറ്റി ബോർഡ് പോയാലേ പിന്നെ അതിന്റെ വില എന്താണെന്ന് അറിയാമോ? കാരണം പിന്നെ അവർ തോന്നിയ പോലെ വില കയറ്റി വിൽക്കാനും ഈ നഷ്ടം വന്ന ലാഭമൊക്കെ അവരെടുക്കാനും ശ്രമിക്കും. അതുകൊണ്ട് ഈ ഇലക്ട്രിസിറ്റി ബോർഡിനെ നിലനിൽക്കേണ്ടത് ആവശ്യമാണ്. എന്താ വെച്ചാൽ നമ്മളിപ്പോൾ ക്രോസ് സബ്സിഡി കൊടുക്കുന്നു, പട്ടികജാതി പട്ടികവർക്കാർക്ക് ഫ്രീ കണക്ഷൻ കൊടുക്കുന്നു, 50 യൂണിറ്റ് വരെയുള്ളവർക്ക് ഫ്രീ കൊടുക്കുന്നു, 200 യൂണിറ്റുകൾക്ക് വളരെ ചുരുങ്ങിയ ചാർജുള്ളൂ. അതിനപ്പുറത്താണ് നമ്മൾ കൂടുതൽ കൊടുക്കുന്നത്. അതൊക്കെ തന്നെ ഇല്ലാതെയാകും. അവർ അപ്പർ ക്ലാസ്സിലുള്ള ആളുകൾക്ക് മാത്രം ഇലക്ട്രിസിറ്റി വിതരണം നടത്തി അവർ ഒതുങ്ങുന്ന ഒരു സ്ഥിതിയാണ്.